ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ അതിനെല്ലാം ഒരു മറുപടിയുമായി ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് ഒരു വിവേചനവും ഇതുവരെയും കാണിച്ചിട്ടില്ല എന്നും സർക്കാർ വിവിധ പദ്ധതികളിൽ തങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഏൽപ്പിക്കാറുണ്ട് എന്നും അദ്ദേഹം ജനം TVയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സർക്കാരുമായി സഹകരിച്ചാണ് തങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ബസ്തർ മേഖലയിലെ ജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ഇടത് വലത് പ്രതിനിധികൾ ഛത്തീസ്ഗഡിലേക്ക് എത്തുകയും എന്നാൽ യാതൊരു തരത്തിലുള്ള ഒന്നും അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം അവർക്കുണ്ട്. കാരണം BJPയുടെ സമയോചിതമായ ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിവച്ചത് എന്ന് വിവിധ ക്രൈസ്തവ സംഘടനകളും സഭാ പ്രതിനിധികളും എല്ലാം പറയുന്നൊരു സാഹചര്യം. പക്ഷേ അവർക്ക് അവിടെ എത്തിയവർക്ക് അവർ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രചരണങ്ങളുമായി അവർ രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അതിനെല്ലാം ഒരു മറുപടിയുമായി ഇപ്പോൾ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ദേവിക, നമുക്ക് ഈ ബുള്ളറ്റിനിൽ തന്നെ നമ്മളോട് ഈ സമയത്ത് തന്നെ നമുക്ക് ആ പ്രതികരണം ഒരു തവണ കൂടി കേൾപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ആ വാർത്ത വീണ്ടും ഒരു തവണ കൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറയുന്നതിനും അപ്പുറം അദ്ദേഹം തന്നെ പറയുന്ന കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു തവണ കൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഈ ഒരു സമയത്ത് അത് ഒരു തവണ കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും. പക്ഷേ ഇപ്പോൾ ദേവിക ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരിവിടെ മത പ്രചാരണം നടത്തുന്നുണ്ട്, അത് ശരിയാണ്. മത പരിവർത്തനം ഇവിടെ നടത്തുന്നുണ്ട്, അതും ശരിയാണ്. അതിൻ്റെ വാർത്തകൾ നമ്മൾ എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് നടന്ന കാര്യങ്ങൾ നമ്മുടെ ജനസമൂഹം അറിയണം. അത് നമുക്കും ജനം TVക്കും ഒരു വാശി തന്നെയാണ് എന്ന് കൂട്ടിക്കോളൂ. കാരണം അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ബസ്തറിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും വലിയ നക്സൽ ബാധിത, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നക്സൽ ബാധിത മേഖലകളിൽ ഒന്നായ ബസ്തറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബസ്തറിലെ ജഗ്ദൽപൂർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ ഈ കാണുന്നത് ജഗ്ദൽപൂരിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ത്യയിലെ റെഡ് കോറിഡോറിൻ്റെ ഭാഗമായ ബസ്തർ ഡിവിഷനിലെ ജഗ്ദൽപൂരിലാണ് ഇന്ന് ഞാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബസ്തർ മേഖലയിലെ ഏറ്റവും റിമോട്ടായ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോയിരുന്നു. ജനം TV സംഘം പോയിരുന്നു. കേന്ദ്ര മന്ത്രി വിദ്യാചരൺ ശുക്ലയടക്കം കൊല്ലപ്പെട്ട ഏതാണ്ട് 10-30 കോൺഗ്രസ്സുകാരെ കൊന്ന സ്ഥലത്തേക്ക്, മാവോയിസ്റ്റുകൾ കൊന്ന സ്ഥലത്തേക്ക് വരെ നമ്മൾ പോയിരുന്നു. ഈ മതപരിവർത്തനത്തിൻ്റെ ദുരിതം പേറുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതികരണമടക്കം എടുക്കാൻ നമ്മൾ ഏറ്റവും റിമോട്ടായ ഗ്രാമങ്ങളിലേക്ക് വരെ പോയിരുന്നു. വരുന്ന ദിവസങ്ങളിൽ അത് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഇത്രയുമൊക്കെയായി. എന്തായാലും കേരളത്തിലെ ഹിന്ദു സംഘടനകളെ, സംഘപരിവാർ സംഘടനകളെ പരമാവധി താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. ഛത്തീസ്ഗഡിലെ ഹിന്ദു സംഘടനകളെ, ഛത്തീസ്ഗഡിലെ സർക്കാരിനെ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കുറേ മതമേലധ്യക്ഷന്മാരും ചേർന്ന് താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. അവരെന്തായാലും അവരുടെ പണിയെടുത്തു. അവർ അവിടെ നിന്നും പിരിയുകയും ചെയ്തു. നമുക്ക് അങ്ങനെ പിരിയാൻ കഴിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തതിന്, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞ ശേഷം എന്തായാലും പോയാൽ മതി എന്നാണ് നമുക്കും പറയാനുള്ളത്. അതിനുള്ള വാർത്തകളുമായി ബസ്തർ ബെൽറ്റിൽ നിന്നും നമ്മൾ വരികയും ചെയ്യും. ഞാൻ നിൽക്കുന്ന സ്ഥലം പോലും അത്രയും ഭീതിതമായ ഒരു സ്ഥലമാണ്. നമുക്ക് ഓപ്പണായി കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളാണ് പലയിടത്തുമുള്ളത്. ഇന്നലെ നമ്മൾ അവിടുത്തെ റിമോട്ട് വില്ലേജുകളിലേക്കൊക്കെ തന്നെ പോയിരുന്നു. അവിടെ അധിക സമയം നമുക്ക് നിൽക്കാനും കഴിയാത്തൊരു സ്ഥലമാണ്. പക്ഷേ അതിനിടയിൽ നമ്മൾ പരമാവധി വിവരങ്ങൾ കരുതിയിട്ടുമുണ്ട്. ദീപിക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതികരണം ഒന്നുകൂടി നമുക്ക് ഇതിനിടയിൽ കാണിച്ചെങ്കിൽ എന്തായാലും ക്രൈസ്തവർക്കെതിരെ വേട്ട നടക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഒന്നുകൂടി കേട്ടതിന് ശേഷം തിരികെ എത്താം. ഈ ബസ്തർ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ 7 ജില്ല എടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുന്നത്, തിരിച്ച് വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആൾക്കാർക്ക് അഭിമാനമേ ഉള്ളൂ.
അതുപോലെ നമ്മുടെയൊക്കെ ഹോസ്റ്റലുകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ കുട്ടികളെ വിടാനായിട്ട് നമുക്കറിയാം ആർക്കും അതിനോട് താല്പര്യമുള്ളൂ. ആ രീതിയിൽ സർവീസ് എല്ലാവരും വിലമതിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ബാലഗിരി ഒരു ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ നബാർഡ് പ്രോഗ്രാംസ് അങ്ങനെയുള്ളത് ഗവൺമെൻറ് നമ്മുടെ നമ്മളൊരു NGO ആയിട്ട് കണ്ട് ഏൽപ്പിച്ച് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പൊതുവേ നമ്മളോട് അങ്ങനെ ഒരു തിരിച്ച് വ്യത്യാസമില്ല. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ അത് ഒരിക്കലും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല.